ഒരു ബസ് എന്താണ്? യാത്രക്കാരെ കുത്തി നിറച്ച് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ബസ് സഞ്ചരിക്കുന്നു. ചലനമാണ് ബസ്സിന്റെ സ്വഭാവം. സൂര്യനും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചം തന്നെ എന്താണ്? ചലനം, നിലയ്ക്കാത്ത ചലനം. ചലനത്തിനു പിന്നിലെ ചാലകശക്തി, അളവില്ലാത്ത ഊർജം. KL8M 3499 കുറെ കാലത്തെ നിരന്തരമായ ഓട്ടത്തിനു ശേഷം ഒരു നാളിൽ ഉപേക്ഷിക്കപ്പെട്ടു. ഒഴിഞ്ഞ പറമ്പിൽ ഓർമ്മകളെ തുരുമ്പ് പിടിക്കാൻ വിട്ട് അത് കിടന്നു. ആ നീണ്ട ഉറക്കത്തിനിടയിൽ ബസ് ഒരു സ്വപ്നം കണ്ടു. പുതിയ ഒരു യാത്ര. പല വർണ്ണങ്ങളിലുമുള്ള വെളിച്ചവും കരഘോഷവും. സൃഷ്ട്യുന്മുഖമായ ലക്ഷ്യത്തെ മുൻനിർത്തി കല പരിശീലിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും നിരുപാധികമായ സ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തി ചേർന്നു നിൽക്കുന്നവരുടെ കൂട്ടമാണ് സാധന സെന്റർ ഫോർ ക്രിയേറ്റീവ് പ്രാക്ടീസ്. നടന്മാർ, നാടകപ്രവർത്തകർ, എഴുത്തുകാർ, പാട്ടുകാർ, ചിത്രകാരന്മാർ, ശില്പികൾ തുടങ്ങി വിവിധങ്ങളായ കലാകാരന്മാർ, കലാസ്വാദകർ, സാധനയെ സ്നേഹിക്കുന്നവർ എന്നിങ്ങനെ ഏറെ പേർ സാധനയിലുണ്ട്. സാധന എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഫോം ഉണ്ടാവുന്ന ഡ്രാമ സ്കൂളിൽ പഠിക്കാൻ ചെന്നപ്പോഴാണ്. അവിടെ ചെന്ന സമയത്താണ് ഇതിന് പല കാര്യങ്ങളെക്കുറിച്ചും ഒരു ധാരണ ഉണ്ടാവുന്നത്. ഞാൻ നാടകം കാണുന്നത് തന്നെ അവിടെ നിന്നിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പരിശീലനം എന്ന് പറയുന്ന സംഭവം തുറന്നു തന്നിട്ടുള്ളൊരു സന്തോഷമുണ്ട്. അത് നാടകത്തെക്കുറിച്ചും അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ചും നമ്മുടെ കലാപ്രവർത്തനത്തെക്കുറിച്ചുള്ളൊരു അന്വേഷണത്തിനൊരു ദിശ ഉണ്ടായിട്ടുള്ളത് അവിടെ നിന്നാണ്. സാധന ഈയൊരു ആളുകൾക്ക് വന്ന് കൂടിച്ചേർന്ന് പഠിച്ച് മനസ്സിലാക്കി ഷെയർ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു സ്പേസാണ്. ലോകജീവിതത്തിൻ്റെ പരിച്ഛേദമാണ് ഒരു യാത്രാ ബസ്. പലതരം ആളുകൾ, പലതരം വിചാരം, പല വികാരം. ബസ് അതിൻ്റെ ആകാരം കൊണ്ടും സ്വഭാവം കൊണ്ടും ആളുകളിൽ ആരാധനയും അടുപ്പവും ഉണ്ടാക്കുന്നു. ഓരോരുത്തർക്കും ഓരോ ഓർമ്മയനുഭവങ്ങൾ കൊണ്ട് പ്രിയപ്പെട്ടതായ ബസ് എന്ന സ്ഥലം അവതരണ സ്ഥലമായി മാറുകയാണ്. അവതരണവേദിയുടെ ചതുരൻ സ്വഭാവത്തിൽ നിന്ന് ബസിൻ്റെ ചലനാത്മകതയിലേക്ക്, ആളുകളുടെ കൂടെയുള്ള യാത്രയിലേക്ക് സഞ്ചരിക്കുന്ന ബസ് നാടകവേദിയാകുന്നത് നിയത മാതൃകകളുടെ പൊളിച്ചുപണിയലാണ്. ഇത് അരങ്ങിന്റെ ധാരണകളെ ചോദ്യം ചെയ്യുന്നതും മാറ്റിമറിക്കുന്നതുമാണ്. ബസ് ഇപ്പോൾ പ്രതീക്ഷയിലാണ്. പുതിയ ആളുകളെ കാണാനും പുതിയ സ്ഥലങ്ങളിൽ പോകാനുമുള്ള ആവേശത്തിലാണ് ബസ്. ആവേശത്തിന് ആക്കം കൂട്ടാനായി മറ്റൊന്നുകൂടിയുണ്ട് ഇപ്പോൾ: ഊരാളിയുടെ സംഗീതം. ചിതകത്തി തീരും വരയ്ക്കും ചിതമായി പേരും
പാട്ടിനുമായിട്ട് ഞാനിവിടെ വരുന്നതിന് മുമ്പേ മ്യൂസിക് വേൾഡിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചുമ്മാ ഫ്രീ ജാമിങ് ആയിരുന്നു. അപ്പം എനിക്ക് പുള്ളി പാടുന്നതിനൊക്കെ എനിക്ക് കൂടെ വായിക്കാനും പറ്റുന്നുണ്ട്, ഞാൻ വായിക്കുന്നതിനൊക്കെ പുള്ളിക്ക് കൂടെ എന്തായാലും പാടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മ്യൂസിക്കലി ഒരു കണക്ഷൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്. എന്നിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ പയ്യെ എപ്പോൾ ടൈം കിട്ടുമ്പോഴും ഞങ്ങളിരുന്ന് ജാം ചെയ്യും. ഈ നാടകത്തിൻ്റെ വർക്കുകൾക്ക് പുറമെ എപ്പോൾ സമയം കിട്ടുമ്പോഴും അങ്ങനെ ജാം ചെയ്യും, കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഉണ്ടായൊരു കോൺസെപ്റ്റാണ് ഊരാളി എന്ന് പറയുന്ന ബാൻഡ്. പിന്നെ ഈ നാടകമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഇരുന്ന് ഷാജിയേട്ടൻ്റെ പാട്ടുകൾ, ഷാജിയേട്ടൻ എഴുതുന്ന സ്ക്രിപ്റ്റിൻ്റെ കൂടെ നമ്മുടെ നാടകത്തിന് വേണ്ടി എഴുതിയിട്ടുള്ള പാട്ടുകൾ, പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ പാട്ടുകൾ, പിന്നെ ഞാനും സനന്ദനും ഒക്കെ കൂടെ ഇരുന്ന് ജാം ചെയ്യുമ്പോൾ കിട്ടുന്ന കുറച്ച് ചെറിയ പീസുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് വർക്ക് ചെയ്ത് ഞാനും മാർട്ടിനും സനന്ദനും കൂടെ ജാം ചെയ്യുമ്പം ഒരു ബാൻഡിൻ്റെ പോസിബിലിറ്റി, അതായത് അപ്പാർട്ട് ഫ്രം നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിൻ്റെ മ്യൂസിക്, ഒരു ബാൻഡിൻ്റെ പോസിബിലിറ്റി ഭയങ്കരമായിട്ട് ഉയർന്നു വരുന്നുണ്ടായിരുന്നു. പാട്ടുകളിൽ ഓരോന്നും ഓരോ തരത്തിലായി എന്നുള്ളത് അതിലൊരു ഭാഗ്യമായി പോയി. ഒരു പാട്ടിൻ്റെ ഒരു ഘടന മറ്റൊരു പാട്ടിന് ഉണ്ടാവാതിരിക്കുക. കാര്യം ഇവർ അതേപോലെ തന്നെ ആ പാട്ട് എഴുതുമ്പോൾ തന്നെ എഴുതിയ ആ സമയത്ത് തന്നെ സജീവ് ഗിറ്റാർ എടുത്തിട്ട് വരും, അത് ട്യൂൺ ചെയ്യും. അത് അടുത്തൊരു സാധനത്തേക്ക് കൂടുതൽ പ്രചോദനമാവും അങ്ങനെ ഒരു സാധനം ചെയ്യാനുള്ളത്. ദേവിയുടെ സന്ദേശവാഹകനാണ് ഊരാളി എന്നാണ് മിത്ത്. അപ്പം ഊരാളി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി ഓരോ വർഷം തോറും നാട്ടുകൂട്ടം വിളിച്ചു നിർത്തിയിട്ട് ഓരോ ആൾക്കാരും നാട്ടുകാരോട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും ആ നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും കുറിച്ചുള്ള ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഒരു ഓർമ്മപ്പെടുത്തലും, ഇന്നത് ശരിയായില്ല, ഇന്നത് തെറ്റായപ്പോൾ ഇന്ന കാര്യങ്ങൾ പ്രായശ്ചിത്തമായിട്ട് ചെയ്യണം. അപ്പം ഇങ്ങനൊരു ഓരോ വർഷവും ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഊരാളി വരുന്നുണ്ട്. അവതരണ സ്ഥലങ്ങളിൽ ആദ്യമെത്തുന്നത് ഊരാളിയാണ്. അതും ദിവസങ്ങൾക്ക് മുൻപേ തന്നെ. അവതരണ സ്ഥലത്തിന് സമീപ പ്രദേശത്ത് ഊരാളി പാട്ടു സന്ദർശനം നടത്തുന്നു. നാൽക്കവലകളിലും പണിശാലകളിലും ആളുകൾ കൂടുന്ന എല്ലായിടത്തും ഊരാളി പാടി നടക്കും. ബസ് കാർണിവലിന്റെ ഇരമ്പം കേൾപ്പിക്കും. അതിന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഈ ഊരിലെ ഒരാൾ, ഈ നാട്ടിലെ ഒരാൾ എന്ന് പറഞ്ഞൊരു സാധനം, അതായത് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ നാട്ടിലെ ഒരാൾ എന്നുള്ളൊരു സാധനം കൂടി അതിനകത്തുണ്ട്. ഓട്ടത്തിന്റെ പുതിയ വഴികൾ സ്വപ്നങ്ങൾ കൊണ്ട് അതിരിട്ടവയാണ്. ഓട്ടത്തിൽ നിറയെ യാത്രക്കാരുണ്ട്. അവർക്കുള്ളിൽ കലയുണ്ട്. അവരുടെ സിരകളിൽ രക്തത്തിൻ്റെ കൂടെ സ്നേഹവും ഉന്മാദവും ചേർന്നൊഴുകുന്നു. അവരുടെ യാത്രാസഞ്ചികൾ ഏറെ കനമുള്ളതാണ്. നാടകവും കവിതയും പാട്ടും ചിത്രങ്ങളും ശില്പങ്ങളും കുറേയേറെ മഞ്ഞിൻ്റെ തണുപ്പുള്ള ഹൃദയങ്ങളും അവരുടെ സഞ്ചികളിൽ കുത്തി നിറച്ചിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ വർക്കുകൾ പ്രാക്ടീസ് ചെയ്യാനും എക്സ്പെരിമെൻ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്ന് കൂടി ഒരു കമ്മ്യൂണിറ്റി പോലെ ജീവിച്ച് ഒരു വർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൽ നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട്. ബസിൻ്റെ ജനാലയിലൂടെ പുറത്തേക്ക് തെറിച്ചു നിൽക്കുന്ന ഗിറ്റാറുണ്ട്. അതിലോടുന്ന വിരലുകളുണ്ട്. ബസിൻ്റെ ഉള്ളിലൂടെ ആകാശത്തേക്ക് വളർന്ന പല നിറത്തിൽ ശാഖകളുള്ള മരമുണ്ട്. അതിൻ്റെ വേരുകൾ ഉരുളുന്ന ചക്രത്തിലൂടെ പടർന്ന് പോകുന്നിടത്തെല്ലാം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട്. കാറ്റിൽ പുറത്തേക്ക് പറക്കുന്ന അടുക്കില്ലാത്ത മുടിയിഴകളുണ്ട്. ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മുഴുവൻ ദിവസത്തെയും ഗ്രാമോത്സവമാണിത്.
ഒരു ദിവസത്തിൽ നിന്ന് അര ദിവസം മുന്നിലേക്കും പിന്നിലേക്കും വളരുന്നതാണ് ഇതിൻ്റെ ഘടന. കലയുടെ ഒരു ഉത്സവം, സ്നേഹത്തിൻ്റെ ഉത്സവം. ഇതിൽ ഒരുമിച്ചുള്ള പ്രവർത്തനമുണ്ട്. അത് യുവജനതയെ സർഗാത്മകമായി മുന്നോട്ടു നയിക്കുന്നു. നമ്മളൊരു ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകളായിട്ട് പരമാവധി നല്ല രസകരമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ നാടകം ഉണ്ടായി വരണം എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് ഇതിന് വേണ്ടിയുള്ള പരിശീലനം എന്തൊക്കെയാണ് ചെയ്യണത്, പിന്നെ നമ്മളതിന് വേണ്ട നമ്മളെങ്ങനെയാണ് കൂടിച്ചേരണത്, നമ്മളെങ്ങനെയാണ് ഒരുമിച്ച് ജീവിക്കണേ, അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പരിശീലനവും നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള മേക്കിങ്ങും ഒക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ അവരോട് പങ്കുവയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളവിടെ ആളുകളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ വരുമ്പോൾ കുട്ടികളോട് അതേ നമുക്കറിയുന്ന കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ചിലർ മ്യൂസിക് ചെയ്യുന്നവരുണ്ട്, ഫൈൻ ആർട്ടിസ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികളായിട്ട് പങ്കുവയ്ക്കുക. അതിൽ പെയിൻറ്റിങ് വരുന്നുണ്ട്, പിന്നെ സ്കൾപ്ചറിൻ്റെ വർക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ പാട്ടുകൾ ഉണ്ടാക്കൽ വരുന്നുണ്ട്, ഡാൻസ് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളായിട്ടും ഒരു ദിവസം അവരുടെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ നമ്മുടെ കൂടെയാണ്. ആ പെർഫോമൻസിന് മാത്രമല്ല അവർ കാണുന്നത്, ആ ദിവസത്തിൽ അവർ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് അവരോട് പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മളെങ്ങനെയാണ് ഒരു പെർഫോമൻസിന് വേണ്ടി തയ്യാറെടുക്കണമെന്നുള്ള അവരോട് പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പെർഫോമൻസ് പങ്കുവയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ബന്ധം തുടരണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ദീർഘനാളത്തെ ചിന്തകൾക്കും പരിശീലനത്തിനും ഒടുവിലാണ് നാടകം സാധ്യമായത്. സ്ഥിരമായി നാടകം കാണാൻ വരുന്ന നഗരപ്രദേശത്തെ പ്രേക്ഷകരിൽ നിന്നും മാറി, അല്ലെങ്കിൽ അവരെ കൂടാതെ ഗ്രാമപ്രദേശങ്ങളിലെ പ്രേക്ഷകരെ തേടി ചെല്ലുന്ന നാടകമാണ് വേണ്ടതെന്നായിരുന്നു ആദ്യ തിരിച്ചറിവ്. അത് ഘടനാപരമായി ലളിതമാകണം, വളച്ചുകെട്ടില്ലാത്ത ഭാഷ സംസാരിക്കണം, എല്ലാവർക്കും ഇഷ്ടമാകണം. അങ്ങനെ പുതിയ പാട്ടുകളുണ്ടായി. ഹൃദയത്തിൽ നിന്ന് പേനത്തുമ്പിലേക്ക്, അവിടെ നിന്ന് കടലാസിലേക്ക്, കടലാസിൽ നിന്ന് ഗിറ്റാറിലേക്ക്. അങ്ങനെ ഹൃദയങ്ങൾ കൂട്ടിമുട്ടിയിടത്ത് തീപ്പൊരി ചിതറി. അത് ആളിപ്പടർന്ന് ഊരാളിയായി പാടാൻ തുടങ്ങി. ആളുകൾ ഒരുമിച്ച് താമസിച്ചു, ഭക്ഷണം പാകം ചെയ്തു, വോളിബോൾ കളിച്ചു, ചിലപ്പോൾ കഥ പറഞ്ഞ് തമ്മിൽ കലഹിച്ചു. പിന്നെ പിണക്കം മാറി കൂടുതൽ ഇണങ്ങി. ഇനിയൊരിക്കലും പിരിയാത്ത ചങ്ങാതിമാരായി. എല്ലാവരും എപ്പോഴും നാടകം ചിന്തിച്ചു, നാടകം പരിശീലിച്ചു, നാടകം കളിച്ചു. അമാരു ചന്ദ്ര, സൂര്യകാന്തി എന്നീ 2 മക്കളാണുള്ളത്. അപ്പോൾ 2 പേരും
ഞങ്ങളുടെ കൂടെയാണ്, ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത്, അവരിവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇവർ കാണുന്നുണ്ട്. അവർക്ക് കൂടി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. പലപ്പോഴും നമ്മൾ നമ്മുടെ മാത്രമായിട്ടുള്ളൊരു സ്പേസ് എന്നൊക്കെയാണ് നമ്മൾ വീട്ടിനെ കരുതുന്നതെങ്കിൽ തന്നെ അതൊക്കെ അങ്ങനെ തന്നെയാണ്, അല്ലാതൊന്നുമല്ല. പക്ഷെ അതേസമയം തന്നെ അവിടെ വേറെ കുറേ ആളുകളും കൂടി വന്ന് ചേരുന്ന സമയത്ത് അത് അവരുടെയും കൂടി സ്പേസ് ആവുന്ന സമയത്താണ് ശരിക്കും ഒരു വീടിൻ്റെ ഒരു സൗന്ദര്യം വരണത്, ഒരു ശക്തി വരുന്നത്. കുടുംബം വലുതാവുകയാണ് ചെയ്യുന്നുള്ളൂ. അല്ലെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ആൾക്കാരാണ്, അല്ലെ എൻ്റെ സീനിയറായിട്ട് പഠിച്ച ആൾക്കാരാണ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടൊരു അപരിചിതത്വം തോന്നാത്തൊരു സ്പേസിലേക്കാണ് ഞാൻ വന്നത്. ഈ ഒരു സ്പേസിൽ വരാൻ പറ്റിയത് അത് എൻ്റെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം അത് ടേണിംഗ് പോയിന്റാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പകുതി കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് വരുന്നു. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ആ ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു പേടി, അതിനൊക്കെ ഈ സ്പേസ് മാറ്റി തന്നു. അത് മാത്രമല്ല കൂടുതൽ ധൈര്യം ഉണ്ടാക്കി തന്നു. Initially, I wasn't being able to be part of conversations and discussions that are happening because it was happening so fast. It was just going. Mallu Josara. Josara is my acting partner. I'm Gopal and Josara is Josara. He's the driver and the cleaner, and we have to have a chemistry on stage. ഇതിൻ്റെ ഒരു സന്തോഷം ഇത് ഭയങ്കരമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകളുടെ ഇടപെടലാണ് കാണുന്നത്. കടന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ കൂടിയിട്ട് പല 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 കാര്യങ്ങൾ ചെയ്തു തരിക. എന്നിട്ട് ഇതെല്ലാം കൂടി വന്ന് ചേരുമ്പോൾ തന്നെ നമുക്കൊക്കെ ഇതൊരു കാഴ്ചയാണ്. ഇത് പുറത്തുള്ള ആൾക്ക് തന്നെയല്ല, നമുക്ക് തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ അത് വലിയൊരു കാഴ്ചയാണ്. ഇത്ര ഒരു രസകരമായിട്ട് കാര്യങ്ങൾ കൂടിച്ചേർന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇത് നാടകം ഈ പ്രവർത്തനം ചെയ്യാനായിട്ട് തന്നെ എനിക്ക് കിട്ടുന്ന വലിയൊരു ഊർജ്ജമാണത്. ഒരു കൂട്ടം ആളുകൾ നല്ല കാര്യത്തിനായിട്ട് കൂടിച്ചേർന്ന് നന്നായിട്ട് എഫേർട്ട് എടുക്കുക, അത് നന്നായിട്ട് പൊക്കി കൊണ്ടുവരാനായിട്ട് എല്ലാവരും അതിനെന്താണെന്നുള്ള വിഷ്വലൈസ് ചെയ്തിട്ട് അതിന് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് അത് ഇതിൻ്റെ ഒരു സൗന്ദര്യം തന്നെയാണ്, ഇതിൻ്റെ ഒരു ശക്തി തന്നെയാണ്. അതുതന്നെയാണ് നാടകം. ബസ് അവതരണ സ്ഥലം മാത്രമല്ല, നാടകത്തിലെ കഥാപാത്രവുമാണ്. ബസ്സിനെ കേന്ദ്രബിന്ദുവാക്കി രൂപപ്പെടുന്ന രണ്ടു ലോകങ്ങൾ, വിപരീത ദിശയിലേക്ക് സഞ്ചരിക്കുന്ന ഈ രണ്ട് ലോകവാസികൾ, അവിടെ രൂപപ്പെടുന്ന തന്ത്രങ്ങളും പദ്ധതികളും. പതിവ് പോലെ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടു പോയ ബസ് ഒരപകടത്തിൽപ്പെടുന്നു. അഗാധമായ താഴ്ചയിലേക്ക് വീണു പോകുന്നു. വീഴ്ചയിൽ അകപ്പെട്ടു പോയവർ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. സാധ്യമാകുന്നില്ല എന്ന തിരിച്ചറിവിൽ അവിടെ പുതിയ ബന്ധങ്ങളുണ്ടാകുന്നു. ഇവിടെയാണ് ഏകദേശം ആളുകൾ സംഘർഷമുണ്ടായത്. ഈ കല്ലെടുത്താണ് പോലീസ് ഇങ്ങോട്ടിറങ്ങി. മുഗൾ ലോകത്ത് ബസ് അപകടത്തെ അടിസ്ഥാനപ്പെടുത്തി ആശങ്കകൾ ഉടലെടുക്കുന്നു. ഇത് അസ്വസ്ഥതയാകുന്നു. അതിനെ മുതലെടുക്കാൻ അവിശുദ്ധ കൂട്ടുകെട്ടുകളുണ്ടാകുന്നു. നാടകത്തിന്റെ കഥ ഇങ്ങനെ പോകുന്നു. സെപ്റ്റംബറിൽ തൃശൂർ മനക്കൊടിയിലെ ഏലോ തമ്പല മൈതാനിയിലാണ് ആദ്യ അവതരണമുണ്ടായത്. ബസ് എഞ്ചിന്റെ വിറയല് പോലെ വിറയ്ക്കുന്ന നെഞ്ചുമായാണ് അവതരണത്തിനു ശേഷം സംഘാംഗങ്ങൾ പ്രേക്ഷകരുടെ മുൻപിൽ നിരന്നത്. പക്ഷേ അവതരണശേഷം ബസ്സും കലാകാരന്മാരും നാടിൻ്റേതായി മാറി. ആളുകൾ പറയുന്ന അഭിപ്രായം അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികളെന്ന് പറഞ്ഞാൽ
അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പ്ലേ. അവർ വന്ന് അഭിപ്രായം പറയുകയും അവരുടെ സംശയങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആളുകൾ നല്ല രീതിയിൽ, ആരും മോശമായിട്ട്, നമുക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാർ, തിയേറ്ററിൻ്റെ പ്രവർത്തകർ, അങ്ങനെ ആളുകളൊക്കെ വന്ന് നല്ല നല്ല അഭിപ്രായം പറഞ്ഞു. ഇനി ഒത്തിരി കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പോലും ആദ്യത്തെ ഒരു ഷെഡ്യൂൾ തീർന്നിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന നിലയ്ക്ക് വളരെ നല്ല അഭിപ്രായവും സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് യാത്ര പഴുവിൽ ഗ്രാമത്തിലേക്ക്. അവിടെ ബസ് കാർണിവൽ കാഴ്ചയുടെ മറ്റൊരു ഉത്സവമൊരുക്കി. യാത്ര തുടർന്നു മറ്റത്ത് പൈനിത്തടം ഗ്രൗണ്ടിലേക്ക്. തലേദിവസം ഉച്ച മുതൽ തുടങ്ങിയ ഉത്സവം പിറ്റേന്ന് രാവിലെ വരെ നീണ്ടു. പകൽ വെയിലിൽ കുട്ടികൾ കളികളിലും പാട്ടുകളിലും കളിമണ്ണിലും നിറങ്ങളിലും ആറാടിയ ക്യാമ്പുകൾ. വൈകിട്ട് നാടകം കാണാൻ വിചാരിച്ചതിലുമേറെ ആളുകൾ. നിരത്തിയിട്ട 1000-ലധികം കസേരകൾ തികയാതെ സ്ത്രീകളും കുട്ടികളുമടക്കം ജനക്കൂട്ടം. ആരവത്തോടെ മഴമേഘങ്ങൾ ആകാശത്ത് നിരന്നപ്പോൾ ആൾക്കൂട്ടം പ്രാർത്ഥിച്ചു. മറ്റത്തെ മാതാവിനും നാടകമിഷ്ടമായതിനാലോ നാടകം കണ്ട മഴമേഘങ്ങൾ പെയ്യാൻ മറന്നതിനാലോ മഴ മാറി നിന്നു. മരങ്ങളെ, മനുഷ്യരെ, മൃഗങ്ങളെ, പാറ്റകളെ, പാമ്പുകളെ, പറവകളെ, പൂമ്പാറ്റകളെ, മരങ്ങളെ, മനുഷ്യരെ, മൃഗങ്ങളെ, പാറ്റകളെ, പാമ്പുകളെ, പറവകളെ, പൂമ്പാറ്റകളെ, അദ്ഭുതലോകം, അതിശയലോകം, ആനന്ദലോകം മുന്നിൽ. അദ്ഭുതലോകം, അതിശയലോകം, ആനന്ദലോകം മുന്നിൽ. അവതരണത്തിനൊടുവിൽ ഊരാളിയുടെ പാട്ടിനൊപ്പം ചുവടുവെച്ചവരുടെ കൂടെ മഴയും കൂടി ആർത്തലച്ച് അതിരുവിട്ട് ആഹ്ലാദിച്ചു.
അനന്തവും അവിരാമവുമായ ഈ യാത്രയിൽ യാത്രികർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിർത്താതെയുള്ള യാത്ര.